കടിഞ്ഞപ്പം കേട്ടിട്ടുണ്ടോ? ഉണ്ടാക്കി മാവ് കുഴച്ച് മാവ് കലക്കി കയ്യും കാലം കടയുന്നത് കൊണ്ടുണ്ടായതാണോ ഈ പേരെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്ന ഒരു അപ്പമാണ്. ഞാൻ എൻ്റെ തൊട്ട് മുന്നിലുള്ള രണ്ടുപേരോട് ചോദിച്ചു, നിങ്ങളിത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു അരീരപ്പം വരെ ഓക്കെയാണ്, അതിനപ്പുറം കേട്ടിട്ടില്ല. സത്യം പറയാലോ, നാവിൻ്റെ തുമ്പിൽ നിന്നും മറന്നു പോയിട്ടില്ലാത്തൊരു രുചിയാണ് കടിഞ്ഞപ്പം. ആ കടിഞ്ഞപ്പത്തിൻ്റെ കഥയാണ്, അതിനായി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയുടെ കഥയാണ്. ജെയ്സലാണ് ഫ്രം മോംസ് ആൻഡ് വൈഫ്സ്. സാധാരണഗതിയിൽ ഞാനും എൻ്റെ ഉമ്മയും അങ്ങനെ വല്ലാണ്ട് മെസ്സേജ് അയക്കാറൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം മാതാശ്രീ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞങ്ങളിങ്ങനെ കുറച്ച് പഴയ കഥകൾ, ഒരു ലോങ് ബാക്ക് എന്നെല്ലാം പറയാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ കുറച്ച് പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പറയുന്ന കഥകൾക്കിടയിൽ ഉമ്മ ഒരു കാര്യം എന്നോട് ചോദിച്ചു, മോനെ, എന്തായാലും ദുബായിൽ പോകുന്ന കുറേ ആൾക്കാർ കൊണ്ടുപോയിട്ടുള്ളൊരു സാധനമാണ്, പഴയ ഒരു കഥയാണ്, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ കാര്യം എന്താന്ന് പറയാം. അപ്പോൾ ഉമ്മ എന്ത് ചെയ്തു, ഒരു വോയിസ് മെസ്സേജ് എനിക്ക് വിട്ടു. അതായത് ഉമ്മൻ്റെ വീടിനടുത്തുള്ള ഒരു വീട്ടിലെ സ്ത്രീയാണ്. അവരുടെ പേര് ബിയാൻ താത്ത. മുഴുവൻ പേര് ശരിക്കുള്ള പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ബിയാൻ താത്ത എന്നാണ് അവരെ വിളിക്കുക. അസീസ് കാക്കൻ്റെ ഉമ്മ. ഇവരെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയ ഇടവഴിയുണ്ട്. ആ ഇടവഴി ഇങ്ങനെ കടന്ന് ഒരു വളവൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ പഴയ മോഡൽ ഒരു ഓടിട്ട ഒറ്റ നില വീട്. അവരുടെ ഈ മുറ്റത്തു കൂടെ കയറിപ്പോയിട്ടുള്ള പരിചയം എനിക്കില്ല, കാരണം ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മേൻ്റെ കയ്യിലൊക്കെ പിടിച്ച് പോകുന്നതിനെ കൊണ്ട് അടുക്കള ഭാഗത്ത് കൂടെ കയറുക. ഇവർ അടുക്കള കുറച്ചും കൂടെ ഉയരത്തിലാണ്. ഒരു 4-5 പടിയൊക്കെ നമ്മളിങ്ങനെ ചവിട്ടി കയറി ചെല്ലുമ്പോൾ ഒരൊറ്റ പൊളി വാതിലുണ്ട്. ആ വാതിലങ്ങ് നമ്മളിങ്ങ് തുറന്നു കഴിഞ്ഞാൽ ബിയാന്താത്ത അവിടെ താഴെ ചളിയും ചാണകവും ഒക്കെ മെഴുകിയിട്ടുള്ളൊരു തറയാണ്. അതിലിങ്ങനെ ഇരിക്കും, ഒരു പലകയൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് പഴയ ഉമ്മമാരിടുന്ന കാച്ചിത്തുണി, ഉമ്മക്കുപ്പായം കേട്ടിട്ടുണ്ടോ? ഇവരൊരു മസ്ലിൻ എന്താണ് പറയുക, പണ്ട് ദുബായിൽ നിന്നൊക്കെ കൊണ്ടുവരും പുള്ളി കളറിലൊരു തുണി, അതിൻ്റെ മേലെ ഒരു വെള്ള കളറിലോ ചുവന്ന കളറിലോ ഒക്കെ ഒരു ഉമ്മക്കുപ്പായം ഉണ്ടാവും. ഈ ഭാഗത്ത് 2 ഭാഗത്തേക്കൊരു വള്ളി പോലൊരു സാധനമൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇതൊക്കെ ഇട്ട് തട്ടം ഇങ്ങനെ ചുറ്റി ഇവിടെ ബാക്കിലേക്ക് ഇട്ടി അവരുടെ ഈ വെള്ളി മുടി നാരുകൾ നമുക്കിങ്ങനെ കാണാം, കുറച്ച് നരച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു കണ്ണെന്ത് ഭംഗിയാണെന്നറിയോ, നമ്മളിങ്ങനെ നോക്കിയിരുന്നോ. ബിയാൻ താത്ത ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചിരുന്ന് ചെമ്പിൻ്റെ, ശരിക്കും കോപ്പറിൻ്റെ വലിയൊരു പാത്രമുണ്ട്. അതിനകത്ത് അരിപ്പൊടിയാണോ ഇനിയിപ്പോൾ മറ്റേ ഈ ഗോതമ്പിൻ്റെ അതെനിക്കറിയണം, പക്ഷെ ഒരു പൊടിയിടും. എന്നിട്ട് നല്ല ശർക്കര ഗംഭീരമായിട്ട് തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച ശർക്കരപ്പാനി അതുപോലെ എടുത്തിട്ട് ഇതിനകത്ത് അങ്ങ് ഒഴിക്കും. എന്നിട്ട് നമ്മൾ ഈ മോര് കടയുന്ന കടകോലില്ലേ, ആ കോലെടുത്തിട്ട് അതിന് നടുവിലിരുന്നിട്ട് ഇവർ കാലൊക്കെ നീട്ടി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കടയും. നമ്മളെ നോക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ചിരിക്കും, മോനെ എന്തെങ്കിലും വർത്താനം, പിന്നെ ഇങ്ങനെ കടയും. നമുക്ക് ശരിക്കും അവരുടെ കയ്യിലെ മസിലിങ്ങനെ ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുന്ന കാണാൻ വേണ്ടി പറ്റും. അതായത് മണിക്കൂറുകളോളം ഈ കടകോല് വെച്ച് കടഞ്ഞ് ശർക്കരപ്പാനിയും ഈ ഒരു പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകതരം കളറിലാവുമ്പോൾ ഹാവോ എന്ന് പറഞ്ഞിട്ട് അവർ എഴുന്നേക്കുന്നതാണ്. 31 മാറിക്കഴിഞ്ഞാൽ കുട്ടികളല്ലേ, കൗതുകണ്ടാണല്ലേ, ഞാൻ ആരും വരില്ല നോക്കിയിട്ട് നല്ല നൈസായിട്ട് ആ ചെമ്പിൻ്റെ പാത്രത്തിലേക്ക് ഒന്നിങ്ങനെ കൈയിങ്ങനെ വെറുതെ വിരലിൻ്റെ ഒരു അറ്റങ്ങനെ മുഖ്യം നോക്കും, തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല കുഴകുഴാന്നിരിക്കുന്ന മാവ് അതെടുത്തിട്ട് പച്ചയ്ക്ക് എൻ്റെ പൊന്നു പോലെ പൊരിച്ചാൽ കിട്ടില്ല ടേസ്റ്റ്, അസാധ്യ ടേസ്റ്റാണ്. കാരണം ഈ പൊടിയുടെയും ശർക്കരപ്പാനിൻ്റെ ഇടയിലേക്ക് നമ്മളെ ചീരുള്ളി, ഞങ്ങളുടെ നാട്ടിൽ ചീരുള്ളി എന്ന് പറയും, ചെറിയ ഉള്ളി ഇവർ എണ്ണയിലോ നെയ്യിലോ എങ്ങാണ്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഇടും. അതുപോലെ തന്നെ വറുത്ത തേങ്ങാക്കൊത്തുണ്ട്. മുപ്പത്തേര് കാണാതൊക്കെ ഞാൻ എത്ര തേങ്ങാക്കൊത്തെന്ന് പറയാം. ഇടക്കിടക്ക് തന്നെയാണ് പരിപാടി. കാര്യം മാമന്മാർ ഗൾഫിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഉമ്മേനെ പറഞ്ഞു വിടാം, ഞാൻ ഉമ്മേൻ്റെ പാല് തൂങ്ങിയും പോകും. കാരണം നാട്ടിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഈ കടിഞ്ഞപ്പം കൊണ്ടുപോകുക. ബിയാൻ താത്താൻ്റെ കടിഞ്ഞപ്പം. പല ആൾക്കാരും അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടമല്ലേ, കത്ത് എഴുതുന്നതിലും കൂടുതലും പറഞ്ഞിട്ടുണ്ടാവുക 2 കടിഞ്ഞപ്പം കൊടുത്തയക്കണേ. അങ്ങനെ എത്ര വട്ടം ബിയാൻ താത്താൻ്റെ കടിഞ്ഞപ്പം കടൽ കടന്നിട്ടുണ്ടാവും. നാട്ടിൽ ഗൾഫിൽ പോയ ആൾക്കാരെക്കാൾ കൂടുതൽ തവണ ഒരു പക്ഷേ ബിയാൻ താത്താൻ്റെ കടിഞ്ഞപ്പം ഗൾഫിൽ വന്നിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും. ഞാനിങ്ങനെ ആലോചിച്ച് പോകണം. ഈ അടുത്തിങ്ങനെ അവരുടെ മകനുണ്ട് അസീസ്ക. എനിക്ക് ഇയാൾ മുന്നിൽ വന്ന സമയത്ത് മനസ്സിലായില്ല കേട്ടോ, വീട്ടിൽ കല്യാണം പറയാൻ വേണ്ടി വന്നതാണ്. കാരണം ഉമ്മ അവരൊക്കെ അങ്ങനെ ആങ്ങളെ പെങ്ങന്മാർ പോലെ ജീവിച്ച ആൾക്കാരാണ്. അപ്പം
കല്യാണം പറയാൻ വേണ്ടി പുള്ളിയുടെ മോളെ കല്യാണം എന്തോ പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. മോനാണല്ലേ, മോന് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഒരാളൊന്നും മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികം, പിന്നെ നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ രംഗമൊന്ന് ശാന്തമാക്കി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉമ്മനോട് ചോദിച്ചു, ഇത് ആരെയും എടാ നമുക്ക് ആ സീസൺ അറിയില്ലേ? ഞാൻ പറയില്ലേ, കടിഞ്ഞപ്പോൾ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ എങ്ങനെ മറക്കാം, ബിയാൻ താത്തന്നെ കടിഞ്ഞപ്പോൾ. അപ്പോൾ ഉമ്മ എൻ്റെ മുഖത്തേക്ക് തന്നെ, ബിയാൻ താത്തൻ്റെ മോനെ അസീസ് കാക്കാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു പോയി. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, ചില ടേസ്റ്റുകൾ, ചില രുചികൾ ഒരു കാലഘട്ടത്തിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളൊരു പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പം നമ്മളൊരു ജോഗര കൈ കിട്ടുമ്പോൾ, എലന്തപ്പഴത്തിൻ്റെ അച്ചാറ് കൈ കിട്ടുമ്പോൾ, നമ്മൾ വെറുതെ നാവിൻ്റെ തുമ്പത്ത് ആ ഒരു രുചി എത്തുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് അതിനൊന്നിങ്ങനെ തൊട്ട് തലോടുന്ന നിമിഷത്തിൽ ആ ഒരു വെരി മൊമെൻറ്റിൽ നമ്മൾ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഓർമ്മകളിലേക്കാണ്. നമുക്കുണ്ടായിരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടത്തിലേക്കാണ്. നമ്മളറിയാതെ നമ്മൾ ആ ഒരു നിമിഷങ്ങളിലൂടെയൊക്കെ ഒരു വട്ടം ഒരു 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 കുഞ്ഞു സെക്കൻഡിൽ പി ടി ഉഷയ്ക്ക് മെഡൽ നഷ്ടപ്പെട്ട ഒരു നിമിഷത്തിൻ്റെ എത്രയോ കുഞ്ഞു കുഞ്ഞു സെക്കൻഡുകൾ പറയാറില്ലേ? ആ ഒരു സെക്കൻഡിൻ്റെ 100-ൽ 1 അംശത്തിൽ നമ്മൾ യാത്ര ചെയ്ത് വരുന്ന ഓർമ്മകളുണ്ടല്ലോ, അതൊരു ഭയങ്കര കാര്യമാണ്. ഇന്നൊരൊറ്റ വോയിസ് മെസ്സേജിൽ ഇത്രയും വായിൽ വെള്ളം നിറയാൻ മാത്രം കടിഞ്ഞപ്പത്തിന് ഓർമ്മിച്ച് എൻ്റെ ഉമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോകുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ കുറേ സംഗതികൾ. ഒരുപക്ഷെ നമ്മുടെ അയൽവക്കത്തും കടിഞ്ഞപ്പത്തിനെ പോലെ വളരെ റെയറായ, അധികം ആൾക്കാരും കേട്ടിട്ടില്ലാത്ത, എന്നാൽ ഇന്നും നമ്മുടെ നാവിൻ്റെ തുമ്പിൽ നിന്ന് രുചി മറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ഐറ്റങ്ങളുണ്ടായിരിക്കും. അന്ന് പക്ഷേ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഫുഡ് ബ്ലോഗേഴ്സോ ഫുഡ് ബ്ലോഗിങ് കമ്മ്യൂണിറ്റിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും അറിയാത്ത, നമ്മളിൽ മാത്രം ഒതുങ്ങിപ്പോയിട്ടുള്ള ചില ഐറ്റങ്ങളുണ്ടാവും. അമ്മാതിരി ഷെഫുകളുണ്ടാവും. ഇന്നും പല ആളുകളും ഉണ്ടാവും കേട്ടോ, നമ്മളങ്ങനെ അത്ഭുതപ്പെടുത്തി കളയുന്ന. ചിലപ്പോഴൊക്കെ നമ്മൾ കുടുംബക്കാരുടെ വീട്ടിലേക്ക് ചെന്ന് ആരുണ്ടാക്കിയതാ, സോൾട്ട് ആൻഡ് പെപ്പറിൽ ലാല് ചോദിക്കുന്ന പോലെ പോരുന്നു എൻ്റെ കൂടെ എന്ന് നമുക്ക് പല ആൾക്കാരോടും ചോദിക്കാൻ തോന്നിപ്പോയിട്ടുള്ള അസാധ്യ ഐറ്റംസ്. പണ്ടത്തെ പോലെയല്ല, കാലം മാറി, കഥ മാറി. ഇന്ന് ഇതുപോലുള്ള ഐറ്റങ്ങൾ നമുക്ക് വരുമാനമുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ഒരുപാട് സങ്കേതങ്ങളുണ്ട്. മോംസ് ആൻഡ് വൈഫ്സ് അതിൽ ഒന്നാണ്. വളരെ വളരെ കൃത്യമായി, സുതാര്യമായി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സ്ത്രീകൾക്ക് വീട് ഒരു ലിമിറ്റേഷൻ അല്ല, പകരം നിങ്ങളുടെ സ്വപ്നങ്ങളെ ഏറ്റവും മനോഹരമായി പിന്തുടരാനുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സേവനങ്ങളാവട്ടെ, ഇതുപോലത്തെ സ്കില്ലുകളാവട്ടെ. ഞാൻ ആലോചിക്കാം കേട്ടോ, ബിയാൻ താത്തക്കൊക്കെ മോംസ് ആൻഡ് വൈസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടിഞ്ഞപ്പത്തിന് ആരാധകർ കടൽ കടന്നും വന്നേനെ. ഒരുപാട് ആളുകൾ പഴയ ഓർമ്മയിൽ അത് വാങ്ങിപ്പോയത്. നമ്മുടെ അടുത്തും ഇതുപോലെയുള്ള ബിയാൻ താത്തമാരുണ്ടാവും, നബീസ് താത്തമാരുണ്ടാവും, രാധാമണി ചേച്ചിമാരുണ്ടാവും. അവരുണ്ടാക്കുന്ന ഉണ്ണിയപ്പക്കത്തിൻ്റെ കഥയുണ്ടാവും. അവർക്കിതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഒരു പക്ഷേ നാളെ അവരുടെ ജീവിതം മാറിയേക്കാം, അവരുടെ രുചി ഒരുപാട് പേരിലേക്ക് എത്തിയേക്കാം. മറക്കരുത്, ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും മോംസ് ആൻഡ് വൈഫ്സിൻ്റെ ആപ്പ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, സ്വന്തം പേരിലൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. ഇപ്പം നമ്മൾ 1 കോടി രൂപയുടെ ലക്കി ഡ്രോ ഒക്കെ കൊടുക്കുന്നത്, ജൂൺ 28-ന് 1 കോടി രൂപയോളം വരുന്ന സമ്മാനങ്ങളുമായിട്ടുള്ള ലക്കി ഡ്രോ നറുക്കെടുക്കാൻ വേണ്ടി പോവാണ്. ആർക്കൊക്കെ ഭാഗ്യം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഉറപ്പായിട്ടൊരു കാര്യം പറയാം, നമ്മൾ രുചിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ രുചി ബാക്കിയുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്താനൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ സീൻ മാറുവേ, കഥ മാറുവേ, ഒരാളുടെ ജീവിതം തന്നെ തലവര തന്നെ മാറ്റാൻ കരുത്തുള്ളതാണ് ഈ ഒരു ആപ്പ്. മറക്കരുത്. എന്തായാലും കുറേ കാലത്തിന് ശേഷം കടിഞ്ഞപ്പത്തിൻ്റെ എനിക്ക് വായിന്ന് വെള്ളം നിൽക്കുന്നില്ല. ട്രസ്റ്റ് മീ, കാര്യം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ കപ്പലോടിക്കാനോ ഓടിക്കാനോ ഉള്ള വെള്ളം ഇനിയും തൊണ്ടയിൽ ബാക്കി നിർത്തിയിട്ടുള്ള ഓർമ്മകൾക്ക് നന്ദി. എൻ്റെ രസമുകുളങ്ങൾക്ക് നന്ദി. താങ്ക് യു സോ മച്ച്.